നമസ്കാരം. ഞാൻ ഉണ്ണി രാഘവൻ, പാമ്പങ്ങൽ മഠം. ഇപ്പോൾ നമ്മുടെ വിഷ്ണുമായ ഉപാസകരെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പല കാര്യങ്ങൾക്കും പല അഭിവൃദ്ധിക്കും വേണ്ടി സ്വാമീനെ ഉപാസിക്കുന്ന ആളുകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ സ്വാമീനെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, സ്വാമീനെ എങ്ങനെയാണ് ഉപാസിക്കേണ്ട രീതി. അങ്ങനെ അത് വെറുതെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ സേവിക്കാനും ഭഗവാനെ സേവിക്കാനും പറ്റും നിയോഗം എന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ ആദ്യം അതിന് ശ്രമിച്ചിട്ട് കാര്യമുള്ളൂ. ജാതകത്തിൽ യോഗം വേണം, മറ്റേ ഗ്രഹങ്ങളുടേതായിരിക്കുന്ന രീതി അതൊക്കെ നമുക്ക് അനുകൂലമായിരിക്കണം, ദൃഷ്ടികൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ആ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ആദ്യം സേവിക്കാൻ പുറപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രദീക്ഷയാണ്. അതായത് സ്വാമീനെ സേവിച്ച് ഇപ്പോഴും സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന മഠപതി സ്ഥാനങ്ങൾ, അതായത് പാരമ്പര്യ മഠപതി സ്ഥാനങ്ങളിൽ വെച്ച് ആരാധിക്കുന്ന ആ ഗുരുനാഥനിൽ നിന്ന് മാത്രമേ സ്വാമിയുടെ ധരിക്കുന്ന മൂലമന്ത്രവും മന്ത്രദീക്ഷയും മറ്റും സ്വീകരിച്ച് സ്വാമീനെ സേവിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം, അതായത് ഇതിൻ്റേതായിരിക്കുന്ന ഒരു പ്രവൃത്തി പരിചയമോ അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ള മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നും വശമില്ലാത്ത താന്ത്രികന്മാരെന്നോ അല്ലെങ്കിൽ മാന്ത്രികന്മാരെന്നോ ഈ സേവ മേടിച്ചാൽ അത് അവർക്ക് ദോഷമല്ലാതെ കണ്ട് ഗുണം ഒരിക്കലും ഉണ്ടാവില്ല.